ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മെയ് 9 വിശുദ്ധ പക്കേമിയൂസ്. ഈജിപ്തിലെ തേബസ് എന്ന നഗരത്തിലെ ക്രൈസ്തവ വിശ്വാസികളായ മാതാപിതാക്കളുടെ മകനായി വിശുദ്ധ പക്കേമിയൂസ് ജനിച്ചു. ഒരു സൈനികനായിരുന്നു ഇദ്ദേഹം. 20-ാം വയസ്സിൽ സൈന്യത്തിൽ ചേർന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാമോദീസ സ്വീകരിക്കുകയും ക്രിസ്തുവിന്റെ അനുയായിയായി മാറുകയും ചെയ്തു. സൈനിക ജീവിതം ഉപേക്ഷിച്ച ശേഷം AD 317 പക്കേമിയൂസ് സന്യാസിയായി. വിശുദ്ധമായ ഒരു ജീവിതമായിരുന്നു പക്കേമിയൂസ് നയിച്ചിരുന്നത്. ഒരിക്കൽ ഉറക്കത്തിൽ ഒരു മാലാഖ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. പുതുതായി സന്യാസ സമൂഹത്തിന് രൂപം കൊടുക്കണമെന്നതായിരുന്നു മാലാഖ നിർദ്ദേശിച്ചത്. AD 323 നൈൽ നദി തീരത്തുള്ള ഒരു ദ്വീപിൽ പക്കേമിയൂസ് തന്റെ ആശ്രമം സ്ഥാപിച്ചു. നിരവധി സന്യാസിമാർ പക്കേമിയൂസിനൊപ്പം പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ തയ്യാറായി. മുഴുവൻ സമയ പ്രാർത്ഥനയിലായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ആശ്രമ ജോലികൾ ചെയ്യാനും പറമ്പിൽ പണിയെടുക്കാനും ഭക്ഷണം കഴിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ കൃത്യമായ സമയം കണ്ടെത്തുകയും അതിനനുസരിച്ച് ആശ്രമ നിയമങ്ങൾ എഴുതി വയ്ക്കുകയും ചെയ്തു. പക്കേമിയൂസ് നിയമങ്ങൾ എന്ന പേരിൽ ഇവ പ്രസിദ്ധമായി. ഈജിപ്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് നിരവധി ആശ്രമങ്ങൾ ഇദ്ദേഹം തുടങ്ങി. ഏതാണ്ട് 40 വർഷത്തോളം ഇങ്ങനെ നിരവധി സന്യാസിമാരുടെ ആത്മീയ ഗുരുനാഥനായി അദ്ദേഹം ജീവിച്ചു. പ്ലേഗ് രോഗം പടർന്നു പിടിച്ചപ്പോൾ അദ്ദേഹം രോഗബാധിതനായി. മരിക്കുന്നതിന് മുൻപ് തന്റെ ശിഷ്യന്മാരെല്ലാം വിളിച്ചുകൂട്ടി അവർക്കെല്ലാം ചുമതലകൾ വിഭജിച്ച് നൽകി അദ്ദേഹം മരണം അടഞ്ഞു. വൈകാതെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി.